ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ നടന്ന കൊള്ള ഇന്നലെ നടന്ന ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച ഒരു പകൽ കൊള്ള. ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് ഈ കൊള്ള നടന്നത്. ചാലക്കുടി പോട്ട ജംഗ്ഷനിലെ ഫെഡറൽ ബാങ്കിലാണ് ഈ സംഭവം. ആ ബാങ്കിന്റെ താഴത്തെ നിലയിൽ തന്നെ മറ്റ് 8 കടകളൂടെയുണ്ട്. പക്ഷേ ആ കടക്കാരും അറിഞ്ഞില്ല. കൃത്യം 3 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടു. വന്നത് CCTV ദൃശ്യത്തിൽ കേരളത്തിലുള്ളവരെല്ലാം കണ്ടിരിക്കുന്നു. അയാള് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിരിക്കുന്നു, കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നു, അയാളുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, പിന്നിൽ ഒരു ബാഗ് തൂങ്ങിക്കിടപ്പുണ്ട്, ഷൂ ഇട്ടിട്ടുണ്ട്, പാൻസും ഷൂ. അയാൾ വളരെ കൂളായിട്ട് വന്ന് 2 കാറുകളുടെ ഇടയ്ക്ക് ഇയാളുടെ ബൈക്ക് വെച്ചു. അതിനുശേഷം കൂളായിട്ട് നടന്ന് കയറിപ്പോകുന്നത് നമ്മൾ കണ്ടു. തിരിച്ച് അതേപടി ഇറങ്ങി ആ അങ്കമാലിയിൽ നിന്ന് കോട്ടയ്ക്ക് പോയെന്ന്, കോട്ടയിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ആളെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏതായാലും പോലീസിന് എന്തോ ലീഡ് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ആകാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് തോന്നുന്നത്. കാരണം 2 വാക്ക് മാത്രമേ ഹിന്ദിയിൽ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ക്യാഷ് കിദർ ഹേ എന്ന് പറഞ്ഞെന്ന് പറയാം. പിന്നെ ചാവി ലോ, ലാവോ എന്നല്ല ലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് മനഃപൂർവ്വം പറഞ്ഞതായിട്ടാണ് സാധ്യത, മറ്റൊന്നും പറഞ്ഞില്ല. ആ 3 മിനിറ്റിനകം എന്ന് പറഞ്ഞാൽ ആ ഉച്ച സമയത്ത് അവര് 8 സ്റ്റാഫ് ഉള്ളിടത്ത് അവര് 5 പേരോളം അവരുടെ ഉച്ചക്കത്തെ ഭക്ഷണം അടുത്ത മുറിയിൽ ഇരുന്ന് കഴിക്കുകയാണ്. മാനേജരും അവിടുത്തെ പ്യൂൺ, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനും അവിടെയുണ്ട്. ആ സമയത്ത് ഇയാൾ കയറി വന്നു, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. അവരെ 2 പേരെ ശുചിമുറിയിൽ അടച്ചു പൂട്ടി. ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ആ വഴി അകത്ത് കയറി. ധൃതിയിൽ 45 ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 15 ലക്ഷം രൂപ തൻ്റെ ബാഗിൽ നിക്ഷേപിച്ചു. പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുകയാണ്. അയാൾ അടുത്ത മുറിയിലെ ആരോ സ്റ്റാഫ് വെളിയിൽ ആരെയും വിളിച്ചിട്ട് ഷട്ടർ താത്തിടണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് കേട്ടിരിക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ മലയാളം മനസ്സിലാവും അയാൾക്ക്. അത് തന്നെയല്ല, 3 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകാനുള്ള വെൽ പ്ലാനിങ് ആണ് അത്. അന്നേരം കിട്ടുന്ന എമൗണ്ട് മതി. പിന്നെ മാക്സിമം എമൗണ്ട് എടുക്കാൻ അവിടെ നിൽക്കുന്നത് അപകടമാണോ? അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് കൊള്ളക്കാരൻ. അതുകൊണ്ട് കിട്ടുന്ന പൈസയായിട്ട് അവിടുന്ന് പോയി, കൂളായിട്ട് പോയി 2 റൂട്ടിലേക്ക് പോയി. പോലീസിനെ CCTV ദൃശ്യത്തിൽ കള്ളൻ അറിയാൻ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന്, അതുകൊണ്ട് അവരെ തെറ്റിച്ച് ഇട റോഡിൽ കൂടെയൊക്കെ പോയി. ആ വാഹനം മോഷണ വണ്ടിയാണ്, അതിന് യാതൊരു സംശയമില്ല. സ്വന്തം വാഹനത്തിൽ വരില്ലല്ലോ. അപ്പൊ അത് വഴിക്ക് ഉപേക്ഷിക്കണം. അത് ആരെങ്കിലും എവിടുന്നെങ്കിലും മോഷിച്ചുകൊണ്ട് വന്നതാവാം. അത് കണ്ടെത്തി കഴിയുമ്പോൾ സമയങ്ങൾ അതിക്രമിക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഹെൽമെറ്റ് മാറ്റും, ഗ്ലൗസ് എടുത്ത് കളയും, ജാക്കറ്റും മാറ്റും. ഒരു ഫുൾ സ്ലീവ് വെള്ള കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വാഹനം ഉപേക്ഷിച്ച് നടന്ന് എങ്ങോട്ടെങ്കിലും പോയി പ്രൈവറ്റ് ബസ്സിൽ കയറി അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങി, അടുത്ത പ്രൈവറ്റ് ബസ് കയറി വേറെ ജംഗ്ഷനിൽ ഇറങ്ങി, 2-3 പ്രൈവറ്റ് ബസ് കയറി ഇറങ്ങി കഴിഞ്ഞ് ഒരു ഓട്ടോയിലേക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോകാം. കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം പോലീസിന് എന്തെങ്കിലും ലീഡുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല. പക്ഷേ ആള് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലും ഗ്ലൗസ് ഇട്ടിരിക്കുന്ന അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാത്ത സാഹചര്യത്തിലും ആ സംഭവം 3 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വെളിയിൽ പോയതും അടുത്തുള്ള കടക്കാരോ മറ്റാരും ഇത് കണ്ടിട്ടുമില്ല. പക്ഷെ എനിക്കൊരു സംശയം, വാഹനം നിർത്തിയതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കാറ് കിടക്കുന്നുണ്ട്. അത് ആരുടെയാണ് കാറ് എന്ന് പോലീസ് നോക്കി കാണും. അവർക്ക് എന്താ ജോലി, അവരെന്തിനു വന്നു അവിടെ? ആ 2 കാറിന്റെ നടക്ക് വെച്ചിരുന്നു ഈ ബൈക്ക്. അതേ ബൈക്കിൽ തന്നെ പോയി. എന്തെങ്കിലും കാരണവശാൽ ഇയാൾക്ക് ആ ബൈക്കിൽ തിരിച്ചു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം വന്നാൽ അപ്പോൾ രക്ഷപ്പെടാൻ ഏതെങ്കിലും കാറ് സ്പെയർ ആയിട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്.
അത് പോലീസ് പരിശോധിക്കണം. അതുകൊണ്ട് അവിടെ കിടക്കുന്ന കാറുകൾ, അതിൻ്റെ മുന്നിലും അതിൻ്റെ ഇരുവശങ്ങളിലും, ഇയാൾ കയറിപ്പോയതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും കിടക്കുന്ന അന്ന് കിടന്ന കാറുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിൻ്റെ നമ്പറുകൾ കിട്ടും. അതൊന്ന് ട്രാക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത്, അത് തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെ ആയിരിക്കും എന്നാൽ, അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരൻ ആയിരിക്കാം ഈ കഥാപാത്രം. മലയാളിയാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇത്ര പ്രിസൈസ്ഡായിട്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ മലയാളിക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് മലയാളി പോലീസിന്റെ എല്ലാ അന്വേഷണ രീതികൾ എന്താണെന്ന് വ്യക്തമായി ഈ വ്യക്തിക്ക് അറിയാം. കാരണം CCTV ദൃശ്യം വേണം. അതുപോലെ തന്നെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്യും, താമസിക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്യും. ഇതൊക്കെ സാധാരണ പോലീസ് ഉപയോഗിക്കുന്നതാണെന്ന് ഈ ക്രിമിനൽസിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷനിലല്ല ഇതിനകത്തെന്ന് കരുതുന്നത്. പോലീസിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പോലീസിനെ മിസ്ലീഡ് ചെയ്യാം. CCTV ദൃശ്യം അങ്ങോട്ട് പോയി, ഇടവഴി കൂടെ വന്നിട്ട് വേറൊരു റൂട്ടിൽ കൂടെ ഒരു വശത്തോട്ട് പോയി, വീണ്ടും ഇടവഴി കൂടെ വന്നിട്ട് വേറൊരു വശത്തേക്ക് പോയി, അവസാനം വാഹനം ഉപേക്ഷിച്ച്, ഗ്ലൗസും ഉപേക്ഷിച്ച്, ജാക്കറ്റും ഉപേക്ഷിച്ച്, അതുപോലെ തന്നെ ഹെൽമെറ്റും ഉപേക്ഷിച്ച്, പണവുമായിട്ട്, ആ പണസഞ്ചിയും ഉപേക്ഷിച്ച്, ആ പണം അരയിൽ എവിടെയെങ്കിലും കെട്ടിവെച്ച് അത് കൊണ്ടുപോകാം. അല്ലെ ഒരു ചെറിയ ഒരു കവറിനകത്താക്കി കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് അയാൾ എസ്കേപ്പ് മാർക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. മറ്റു രീതികളൊന്നും ഇയാളുടെ വിവരം കിട്ടില്ല. ഇത് CCTV ദൃശ്യത്തിൽ ട്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ട്രാക്ക് ചെയ്യുന്നെങ്കിൽ നമ്പർ വേണം, ആളെ ഐഡന്റിഫൈ ചെയ്യണം. ഇത് രണ്ടും അതിനകത്ത് നടക്കില്ല. അതുകൊണ്ട് അത്ര പ്രതീക്ഷ എനിക്ക് ഇതിനകത്തില്ല. സമയമെടുക്കും. ഈ വാഹനം ട്രാക്ക് ചെയ്ത് ഏത് ഡിസ്ട്രിബ്യൂട്ടറാണ് അത് കൊടുത്തത് അങ്ങനെ കണ്ടെത്തി വരുമ്പം അതിൻ്റെ ഇഞ്ചിൻ നമ്പർ, ഷാസി നമ്പറും വെച്ച് നോക്കി കഴിയുമ്പോൾ അത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. അപ്പം അത് ഉടമസ്ഥനെ ചിലപ്പം കണ്ടെത്തും. അയാൾക്ക് ചിലപ്പോൾ അത് മോഷണം പോയതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചപ്പോൾ അത് കാണാതെ പോയതായിരിക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഡിറ്റക്ഷൻ ആകാൻ അല്പം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 3 മിനിറ്റിനകം ഓപ്പറേഷൻ തീർന്നില്ല, പിടിക്കപ്പെടുന്ന അയാൾക്ക് നല്ല വ്യക്തതയുണ്ട്. അയാളുടെ കയ്യിൽ ചെറിയൊരു പിച്ചാത്തി മാത്രമേ ഉള്ളൂ. ബാങ്ക് മാനേജറെ, അവിടുത്തെ പ്യൂണിനെ അല്ലെങ്കിൽ ലാസ്റ്റ് ജീവനക്കാരനെ അറിയാം. നേരത്തെ ആ ബാങ്കിന്റെ ഓരോ മുറിയും സ്ഥലവും വന്ന് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്യാഷ് കിതർ ഹേ എന്നൊക്കെ ചോദിച്ചു. അത് തെറ്റിദ്ധരിപ്പിക്കാനാണ്. അതിന്റെ പ്രൊനൗൺസിയേഷന് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അത് നല്ലൊരു ഹിന്ദി സംസാരിക്കുന്ന അല്ലെ ഹിന്ദിക്കാരനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മലയാളി ഹിന്ദി പഠിച്ചതാണോ അത് നോക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ധാരണ ഒറ്റയ്ക്കുള്ളൊരു ഓപ്പറേഷൻ ആണ് ഇതെങ്കിൽ അത് സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ്ങിനകത്ത് മാത്രമേ ഇത്ര പ്രിസൈസ്ഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ അംഗങ്ങളെ ഇതിനകത്തൊരു ക്ലൂ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വർണം പൊട്ടിക്കലിലെ ഗ്യാങ്ങിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ഇയാളുടെ സമാന രൂപമുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കണം. അത് എന്തായാലും വെരിഫൈ ചെയ്യണം. സ്വർണം പൊട്ടിക്കുന്ന അവർക്കറിയാം. കരിപ്പൂരും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലൊക്കെ വന്നിറങ്ങി ആ വാഹനം അടുത്ത വാഹനം വേറൊരു റൂട്ടിലേക്ക് സഞ്ചരിക്കുന്നിടത്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് അതിനകത്തുള്ള സ്വർണം അടിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അത്ര പ്രിസൈസ്ഡാണ് കാൽക്കുലേഷനും ഓപ്പറേഷനും ഒക്കെ. ഇവിടെ അത് തന്നെ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ ഭാഗം കൂടെ ഒന്ന് നോക്കണം മോഡസ് ഓപ്പറാൻഡി അനുസരിച്ച്. അതുപോലെ തന്നെ ഇതിനകത്ത് ആ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇയാൾക്ക് ലോക്കൽ ആ ബാങ്കുമായിട്ട് നല്ല പരിചയമുണ്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പല പ്രാവശ്യവും വന്നു പോയിട്ടുണ്ടാവും. ഓരോ മുറി അയാൾക്ക് നല്ല നിശ്ചയമാണ്. ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹിന്ദിയിൽ പറഞ്ഞു, എവിടെയാണ് ക്യാഷ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഇതൊരു മലയാളി ഓപ്പറേഷൻ അത് തന്നെയല്ല, ഹിന്ദി മനഃപൂർവ്വം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.